ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പാസ്റ്റിൽ പഠിച്ച ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരെയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരെയൊക്കെ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ജീവിച്ച ആ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ജോലി ചെയ്ത ആ ഒരു സ്ഥലമോ ഒക്കെ ഒന്നുകിൽ നിങ്ങളൊന്ന് റീവിസിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തെ പറ്റിയോ അല്ലെങ്കിൽ ആ വ്യക്തികളെ കുറിച്ചോ ഒക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയുകയോ അല്ലെങ്കിൽ കുറച്ചു കാലം മുന്നേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ചിലപ്പോൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പാസ്റ്റിലെ കുറേ സന്തോഷങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിലും നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ അതൊന്ന് ഹീൽ ചെയ്യണം എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് പണ്ട് നടന്ന വേദനകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ട്രോമാസ് ഉള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലായിട്ടും ഉള്ളത്. കാരണം ഇവിടെ നമുക്ക് 5 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്കും ചൈൽഡ്ഹുഡ് ട്രോമയായിരിക്കാം. അതായത് ഇപ്പോൾ എന്നെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല, കുഞ്ഞുനാളിൽ ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ അത്രയും കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് പേര് മാറ്റി നിർത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളിപ്പോൾ ഏത് പ്രായത്തിലുള്ള ഒരു ആളുമാകാം. അപ്പോൾ ഇതിൽ കുറേയൊക്കെ നമ്മുടെ കർമ്മയാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക, അത് നമ്മളൊന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഒരു ഗിഫ്റ്റ് തരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഒരു കോളോ മെസ്സേജോ അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളൊരു വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജിന് വേണ്ടിയോ ഒരു കോളിന് വേണ്ടിയോ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് പുറത്തു പറയാതിരിക്കുക എന്നാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ അതുപോലെ തന്നെ സ്പിരിച്വൽ ഗിഫ്റ്റ് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളോടും നിങ്ങളത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പോകാതിരിക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ആരോടും പറയാതിരിക്കുക ഈ ഒരു സമയം. കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ മറ്റൊരു വ്യക്തി എന്ത് ഉദ്ദേശം കൊണ്ടാണ് വരുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല, അത് ആരാണെങ്കിൽ പോലും. അപ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിജയങ്ങളൊന്നും തന്നെ നമ്മൾ ആരോടും പറയാതിരിക്കുക.
അപ്പോൾ നമ്മുടെ അടുത്ത ആ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത് ബ്ലോക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയരുത് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങൾ കുറേ കാലം കൊണ്ട് വേണ്ടാന്ന് വെച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്ന് പെൻഡിങ്ങിൽ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ സ്പീഡിൽ ഇവിടെ ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങളെടുത്ത തീരുമാനങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ്. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ളൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊരു മാറ്റമാണ്. ഒരു പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ ചിലപ്പോൾ മാറ്റുന്നതുമായിരിക്കാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട്. ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ കുറേ ആൾക്കാർക്കും നിങ്ങൾക്കൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ആവേശത്തിലായിരിക്കാം നിങ്ങൾ. ഇത് ചിലപ്പോൾ നിങ്ങൾ ചില വ്യക്തികളെ കാണുന്നതുമായിരിക്കാം. കുറേ കാലം കൊണ്ട് കാണാതിരുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയെ ഈ സമയം നിങ്ങൾക്ക് കാണാനുള്ളൊരു ത്രില്ലായിരിക്കാം. കാരണം ഇവിടെ 6 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി വന്നതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നിന്നുമുള്ളൊരു വ്യക്തിയെ ചിലപ്പോൾ കാണാനുള്ളൊരു ആവേശത്തിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യാത്ര പോകാനുള്ള ത്രില്ലിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മടിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ മടിയൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു ഉത്സാഹമൊക്കെ ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുന്ന ഒരു എനർജി തന്നെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ നഷ്ടങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. വിട്ടുപോയ ആൾക്കാരെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെക്കുറിച്ച് ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ പൈസയെക്കുറിച്ച് ഓർത്താകാം, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്താകാം, നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഓർത്താകാം. അങ്ങനെ നിങ്ങളിവിടെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. കാരണം നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിങ്ങൾക്കതൊന്നും അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻ അത് പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് ഹീൽ ചെയ്യണം എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും എന്താണോ നഷ്ടപ്പെട്ടു പോയത് അത് നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന ഒരു സമയമാണ്. ഒരുപാട് സന്തോഷങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു നിരാശയിലിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു അടുത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതുമാകാം. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഈ ഒരു സമയം നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നുണ്ടാവാം നിങ്ങൾക്ക്. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാനാണ് തീർച്ചയായിട്ടും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ മനസ്സിനെ ഒരുവിധം നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഓർമ്മകൾ വന്നിട്ടുണ്ടാവാം. നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളിങ്ങനെ
ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വപ്നം കണ്ടതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഉണ്ട്. മാത്രമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ മാനസിക വിഷമത്തിലൂടെയും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയും ഒക്കെയാണ് നിലവിൽ കടന്നു പോകുന്നത് എന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ പറ്റി ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കുറേയധികം ആളുകളും ഇവിടെ ഒരുപാട് ഭയപ്പെടുന്നു എന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർതിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും മാറ്റങ്ങളോ തകർച്ചയോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിലാവാം, നിങ്ങളുടെ ജോലിയിലോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ആകാം. അപ്പോൾ നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പല കാര്യങ്ങളും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്തെന്നാൽ, എന്ത് ചലഞ്ചസ് വന്നാലും അവിടെ നിങ്ങൾ തോറ്റു കൊടുക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ സാഹചര്യങ്ങളിൽ നിന്നും ഓടിപ്പോകരുത്, ഒളിച്ചോടി പോകാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ഒളിച്ചോടി പോകാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് എന്തെന്നാൽ ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്ത് തടസ്സം വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടണം എന്നാണ്. ധൈര്യപൂർവ്വം നേരിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം എത്തും എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു എതിർപ്പുകളെ നേരിടാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ പോലും, അതിനൊരു തടസ്സം പറഞ്ഞാൽ പോലും നിങ്ങളിവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി വിജയിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ മുന്നോട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണെന്നുള്ളതാണ്. ഇതിൽ കുറേ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. കുറേ ആൾക്കാർക്ക് നിങ്ങളിത് വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആലോചിക്കുന്നുമുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയൊക്കെ ബിസിനസ്സിൽ കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാകാം. അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ എക്സ്പേർട്ടായിട്ടുള്ള ആരിൽ നിന്നോ ഒരു ഗൈഡൻസ് ആഗ്രഹിക്കുന്നതുമാകാം. ഒരുപക്ഷെ അതിനുവേണ്ടി ഒരു യാത്ര പോകുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യത്തിന് ഫലം കാണാൻ തുടങ്ങുന്ന സമയം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതിൻ്റെ കുറേ സിഗ്നലുകൾ നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്കിവിടെ നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ ഹീലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും വിശ്വസിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരോ ഒക്കെ നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു തലോടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയമാണിത്. ദൈവം നിങ്ങളെ കൈപിടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കുറേ വേദനകളൊക്കെ ഉണ്ടെങ്കിലും അത് മാറി ചില ആൾക്കാർക്കൊന്ന് സന്തോഷിക്കാനൊക്കെ പറ്റുമെന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു ചിരിയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊന്ന് റെസ്റ്റ്ലെസ് ആയിട്ടൊക്കെ ഒന്ന് തോന്നാം. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഒരു റെസ്റ്റുമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഓടി നടന്ന് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ കുറേ ആക്റ്റീവ് ആയിരിക്കുന്നു എന്നാണ്. കുറേ ആൾക്കാർക്കൊരു ക്ഷീണമൊക്കെ വരാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കും, നല്ല ശ്രദ്ധയുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്നൊന്നും ഒരാളിന് നിങ്ങളെ ഈ സമയം പറ്റിക്കാൻ പറ്റൂല എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു സൗഹൃദമായിരിക്കാം,
അത്തരത്തിൽ നിങ്ങൾ നല്ലൊരു സൗഹൃദത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് ഈ ഒരു സമയം അത് വളരെ കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളിവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷയോടെ ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് അത്തരത്തിൽ വർക്ക് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നൊരു ചിന്തയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്തു തുടങ്ങാനുള്ളൊരു ശ്രമമെങ്കിലും നിങ്ങൾ ഈ ഒരു സമയം നടത്തുമെന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ടഫായിട്ടുള്ള ആ ഒരു ലൈഫ് സൈക്കിൾ, അതായത് മറ്റുള്ളവർ ചിലപ്പോൾ കൺട്രോൾ ചെയ്തിരുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ, അതായത് നമുക്കൊരു വരുമാനവും ഇല്ലാതിരുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ ഒരു ഫിനാൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതിരുന്നൊരു സാഹചര്യമാവാം. കാരണം ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുമാനമാർഗമൊന്നും ഇല്ലാതിരുന്ന ആളുകൾക്ക് നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്ന ഒരു എനർജിയുമുണ്ട്. നിങ്ങളിലേക്ക് ഒരുപാട് പൈസ വന്നെത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കാരണം 9 ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോളിന് കൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഈ സമയം കാണുന്നുണ്ട്. അപ്പോൾ ഒരു റിലീഫാണ്. അതായത് വലിയൊരു അസ്വസ്ഥതയിൽ നിന്നും വലിയൊരു പെയിനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. കാരണം ഇതൊരു ശാന്തമായൊരു സ്ഥലത്തേക്ക്, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി മറ്റൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് എല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാം ശരിയാകും, അങ്ങനത്തെ ഒരു ചിന്ത ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഒരു ട്രാവൽ കാണുന്നുണ്ട്. കുറേയധികം ആളുകളും ഒരുപക്ഷെ തീർത്ഥാടന യാത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതുമാകാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുള്ള ആ ഒരു സാഹചര്യത്തിന് അവിടെ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒട്ടും കഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കഴിയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ശക്തമായ മാറ്റം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാർ വരും എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം അത്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലാകാം. അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുമെന്നുള്ളതാണ്. കുറേ ടീം വർക്ക് ഉണ്ടാകും നിങ്ങൾക്ക്. അത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഒരു പക്ഷേ എതിർത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ എതിർത്തിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ അവർ മനസ്സിലാക്കും. കാരണം നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നും ഇത്രയും കാലം നിങ്ങളെ എതിർത്തത് തെറ്റായി പോയി എന്നുമൊക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റിലുള്ള ആൾക്ക് മനസ്സിലാവും എന്നാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ എഫേർട്ടിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പോകുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ പല വ്യക്തികളും നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം അവർ. അപ്പോൾ അവർക്ക് നിങ്ങളുടെ വാല്യൂ ഇവിടെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ വലിയ ഫ്രെയിമിൽ കാണാൻ ശ്രമിക്കുക. കാരണം ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്കത് സംഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ സൗഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ
തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അത് പ്രപഞ്ചമായിട്ട് നിങ്ങൾക്കത് അനൗൺസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇരുട്ട് മാറി നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ മറ്റാരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സ്വന്തമായിട്ട് ചിലവാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളിവിടെ മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് പണം വരാനുള്ളൊരു സാധ്യതയാണ്. അതിപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കാം, എന്നാൽ പോലും അത് നിങ്ങളിലേക്ക് വന്നു തുടങ്ങുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത ഒരു വർക്കിൽ നിന്നും നിങ്ങൾക്കൊരു ഒരു വരുമാനം കിട്ടിത്തുടങ്ങുന്ന എനർജി തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫിനാൻസിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും ഉപരിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളിലെത്തി, നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ നിങ്ങൾ സമൃദ്ധിയിലിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങളിവിടെ ഉയർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം കുറേ കാര്യങ്ങളും നല്ലതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി എന്നുള്ളൊരു ചിന്തയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ സക്സസ് ആണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ്. നിങ്ങൾക്കതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്ന് ഒരുപാട് വിഷമങ്ങളൊക്കെ മറികടന്ന് നമ്മളൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഇവിടെ നിങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ എനിക്കൊന്ന് തലയുയർത്തി നിൽക്കണം, അവർക്ക് മുന്നിൽ എൻ്റെ കഴിവുകൾ കാണിച്ചു കൊടുക്കണം, അതുപോലെ അവർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാവാം, ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ മറ്റുള്ളവരും നിങ്ങളുടെ കഴിവുകളിൽ ഈ സമയം വിശ്വസിക്കും. എൻ്റെ ജീവിതം ലീഡ് ചെയ്യാൻ ഞാൻ മതി എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ കഴിവുകളിലൊക്കെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിൽ ഒരു വലിയ വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളുടെ അടുക്കൽ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സക്സസ് ആണ്. നിങ്ങളിവിടെ ആരുടെ മുന്നിലാണോ തലയുയർത്തി നിൽക്കണം എന്ന് ആഗ്രഹിച്ചത് അതിന് ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ നിങ്ങളൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുക. മാത്രമല്ല ഈ സമയം നിങ്ങൾ ഡിഫെൻസീവായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ജീവിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളിവിടെ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ വാല്യൂ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു സമയമാണിത്. അത് ഒരുപാട് സംസാരത്തിലൂടെ അല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ എന്തോ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നതുമാകാം. അതായത് ഇനി സെൽഫ് റെസ്പെക്റ്റ് കോംപ്രമൈസ് ചെയ്യില്ല, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ടാക്കും. അത് സൗഹൃദങ്ങൾക്കായാലും റിലേഷൻഷിപ്പിലായാലും
ഒരു സ്ട്രോങ് ബൗണ്ടറി അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. മാത്രമല്ല ഇവിടെ നിങ്ങൾ പെട്ടെന്ന് മറ്റൊരാൾക്ക് താന്നു കൊടുക്കൂല എന്നൊരു ചിന്ത ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് താണു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ആരുടെ മുമ്പിലും താണു കൊടുക്കില്ല എന്നൊരു ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് ജീവിതം ഫുൾഫിൽ ആയ പോലത്തെ ഒരു എനർജിയാണ്. ഇതിൽ 9 കപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു കപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളതാണ്. പൊതുവേ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കൊന്നിരിക്കാം എന്നൊക്കെ തോന്നുന്നതുമാകാം. അതായത് മറ്റുള്ള ആ ഒരു ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്കിരുന്ന് ആ ഒരു സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ ഒരു പ്രതീക്ഷകൾ, അതായത് മുന്നോട്ടുള്ള ജീവിതം അവിടെ നല്ലത് സംഭവിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വിട്ടുകളയുക. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.